അപ്പോൾ നമ്മളിനി തൃശ്ശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലേക്ക് പോവുകയാണ്. അവിടെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചാലക്കുടി മുരിങ്ങൂരിലാണ് ഏറ്റവും അധികം ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. നടരാജ് പരശുറാം അതിന്റെ വിശദാംശം നൽകും. നടരാജ്, വീണ്ടും ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരിക്കുന്നു. എന്താണിപ്പോൾ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ സ്ഥിതി? വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കുരുക്കാണോ? ഇന്ന് രാവിലെ പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വാഹനങ്ങളുടെ ഗതാഗതം ഈ മേഖലയിൽ കൂടുതലായിരുന്നു. പല ഭാഗങ്ങളിലും ചെറു ബ്ലോക്കുകളായി പിന്നീട് സമയമെടുത്തോടുകൂടിയാണ് ഇതൊരു നീണ്ട ബ്ലോക്കായി മാറിയത്. ഒരുപാട് വാഹനങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള വാഹനങ്ങൾ പലപ്പോഴും കുടുങ്ങിക്കിടന്നതോടുകൂടിയാണ് ഗതാഗത തടസ്സം വലിയ രീതിയിൽ ഉണ്ടായത്. ഇപ്പോൾ എറണാകുളത്തേക്കുള്ള വാഹനങ്ങൾ കുഴൂർ മാള വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. ആ വഴിയും എറണാകുളത്തേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാവുന്നതാണ്. ദേശീയപാതയല്ലാതെ കുഴൂർ മാള വഴിയൊക്കെ തന്നെ ഈ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. തൃശ്ശൂരിലേക്ക് എറണാകുളത്ത് വരുന്ന ഭാഗത്ത് ഇത്ര ബ്ലോക്ക് പ്രകടമായി കാണുന്നില്ല. ആ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്തായാലും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഇറക്കിക്കൊണ്ടുള്ള ഗതാഗത ക്രമീകരണങ്ങൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ തന്നെ പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. പ്രവൃത്തി ദിവസമായതുകൊണ്ടും രാവിലെ ഓഫീസിലേക്ക് ചെല്ലേണ്ട സമയമൊക്കെ ആയതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ കൂടുതൽ തിരക്ക് കാണുന്നതെന്ന് അനുമാനിക്കാം. ഏതാണ്ട് 10 മണിക്ക് ശേഷം ഗതാഗത ക്രമീകരണത്തിന്റെ ഭാഗമായി തിരക്ക് ഒഴിയാനാണ് സാധ്യത. എന്തായാലും നിലവിൽ ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ട്. എയർപോർട്ടിലേക്ക് പോകേണ്ടവരും മറ്റ് ജോലി ആവശ്യങ്ങൾക്കാക്കി പോകേണ്ടവരും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണ്. 10 മണിക്ക് ശേഷം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, എന്തായാലും 10 മണിയോടെ പ്രശ്നം പരിഹരിക്കപ്പെടും. പക്ഷെ നിലവിൽ ആ ഗതാഗത കുരുക്ക് പെട്ടുപോയ ആളുകളൊക്കെ അവിടെ തന്നെ കിടക്കുകയായിരിക്കും. എന്തായാലും ശരി, അപ്പോൾ അതുവഴി പോകുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇപ്പോൾ വലിയ ഗതാഗത കുരുക്കാണ് അവിടെ ഉള്ളത്.